ഏതായാലും രുചിഷ് അതുതന്നെയാണ്. 500-ലേറെ ആളുകൾ ഇപ്പോൾ ഈ ക്യാമ്പിൽ മാത്രമുണ്ട്. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്യാമ്പ് വിപുലീകരിക്കാനുള്ള മറ്റിടങ്ങളിലും അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പൂർണ്ണ സജ്ജമാണ് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ. അപ്പോഴും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാതായിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും വിവരം ലഭിക്കാത്ത 250 പേർ, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 250 പേരുണ്ട്. അവർ ഏതെങ്കിലും ആശുപത്രികളിൽ ചികിത്സയിലുണ്ടോ, എന്താണ് അവരുടെ വിവരം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ച ബന്ധുക്കൾ പല ആശുപത്രികളിലേക്കും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 71 മൃതദേഹങ്ങൾ ഈ ആശുപത്രിയിലേക്ക്, ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 60 എണ്ണം നേരിട്ട് ഈ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ചതാണ്. മറ്റ് 11 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് വിംസ് ആശുപത്രിയിലാണ്. വിംസ് ആശുപത്രിയിൽ 6 മൃതദേഹങ്ങൾ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം ബത്തേരിയിലെയും വൈത്തിരിയിലെയും ആശുപത്രികളിലും ഓരോ വീതം മൃതദേഹങ്ങളും ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് ഈ നിലമ്പൂരിലെ കണക്കുകൾ വരുന്നത്. നിലമ്പൂരിലെ ആശുപത്രിയിൽ 33 മൃതദേഹങ്ങൾ ഇപ്പോഴുണ്ട്. 19 ശരീരഭാഗങ്ങൾ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ തീവ്രത നമുക്ക് വ്യക്തമാവുന്നത് അവിടെയാണ്. നമ്മൾ രാവിലെ മൃതദേഹങ്ങൾ ലഭിച്ചപ്പോൾ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഒഴുക്കിൽ നിലമ്പൂരിലേക്കൊക്കെ ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ശക്തമായ ഒരു വെള്ളത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ുന്നത് പരമാവധി ഇന്ന് എത്തുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളാണ് നടക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മാറ്റുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പറയുന്നത്, ഒരു കുടുംബത്തിലെ 22 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. ബാക്കി 20 പേർ എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മൃതദേഹം ആരും ഏറ്റുവാങ്ങാനില്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മൃതദേഹങ്ങൾ ഫ്രീസറുകളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ ഉള്ളത്. അതുപോലെയുള്ള സാഹചര്യങ്ങൾ 11 പേരടങ്ങിയ കുടുംബത്തെ മുഴുവനായും കാണാതായ സാഹചര്യമുണ്ട്. ഒപ്പം കുടുംബത്തിലെ ചെറിയ കുട്ടികളെ കാണാതെ അവരെ തേടിയെത്തുന്ന അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഈ ആശുപത്രി പരിസരത്തൊക്കെ ഉള്ളത്. ക്യാമ്പുകളിലാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് എന്ന ചിന്തയിൽ, സർവ്വവും നഷ്ടമായ ആ ഒരു മേഖലയിൽ ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു അവസരമില്ല. പക്ഷേ അവിടെ ഇനി അങ്ങോട്ട് ജീവിതം എങ്ങനെയെന്ന ആശങ്കയിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഏറെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിസരം കടന്നു പോകുന്നത്. അത് തന്നെയാണ് നിഖിൽ. ഓരോ ആളുകൾക്കും നഷ്ടത്തിൻ്റെ ഓരോ കഥകൾ പങ്കുവയ്ക്കാനുണ്ട്, ഓരോ വേദന പങ്കുവയ്ക്കാനുണ്ട്. അതാണ് അവിടെ കാണുന്നത്. 116 ആളുകളുടെ മരണം. അതിൽ ആരൊക്കെയാണ് മരിച്ചത് എന്നറിയാനായി അവിടെ എത്തുന്ന ബന്ധുക്കളെ നമുക്ക് ആശുപത്രികളിൽ കാണാം. പരിക്കേറ്റവരിൽ തങ്ങളുടെ ബന്ധുക്കളുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരെ കാണാം. മണ്ണിനടിയിൽ ആയ ആളുകൾക്ക് ഇടയിലേക്ക് അത് പരതിയെത്തുന്ന രക്ഷാപ്രവർത്തകരോട് തങ്ങളുടെ ബന്ധുക്കളെ കണ്ടെത്താനായി കരയുന്നവരെ കാണാം. അങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ ഓരോ ആളുകൾക്കും ഓരോ വേദന പങ്കുവയ്ക്കാനുണ്ട്. അത്രമാത്രം വലിയ ദുരന്തമാണ് വയനാട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാലത്ത് കാണാത്ത തരത്തിൽ ഉള്ള ഒരു ദുരന്തം. ഒരു പ്രദേശമാകെ, ഒരു മലയാകെ ഇടിഞ്ഞ് ഒരു പുഴയിലേക്ക് ഒഴുകി. ആ നാട്ടിൽ ഒരു സമതലത്തിൽ അത്രമാത്രം വീടുകൾ വലിയ തരത്തിൽ സാധാരണഗതിയിൽ ഒരു നാടായി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാകെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം.